ഹായ്, 6 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1350 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര കോസ്റ്റ് വരുമെന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഹനി ഹൻകാസിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ആളുകൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന ഒരു വീടിന്റെ പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീടിന്റെ പ്ലാനും 3D ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് വീടിന്റെ 3D പ്ലാനാണ്. ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട്, ഇവിടെയായിട്ട് സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. സിറ്റ് ഔട്ട് കയറി ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. ലിവിംഗ് തന്നെയാണ് ഒരു ബെഡ്റൂമിന്റെ ഡോർ കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് ഡൈനിങ് ഏരിയ ആണ്. ഇവിടെയായിട്ട് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ റൂം വരുന്നുണ്ട്, ഒരു വാഷ് ഏരിയ, അതുപോലെ ഇവിടെ കിച്ചൺ. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇത് ഈ പ്ലാനിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. ഇത് ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. 400-350 സെന്റിമീറ്റർ എന്നുള്ളതിലാണ് പോർച്ച് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് 400-150 സെന്റിമീറ്റർ, 360-360 എന്ന അളവിലാണ് ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. 360-490 എന്ന ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. 330-350 എന്ന അളവിൽ ബെഡ്റൂം, 330-360 എന്ന അളവിലാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. 330-360 തന്നെയാണ് ഈ ബെഡ്റൂമിന്റെ സൈസ്. ഇവിടെ ആയിട്ട് കിച്ചൺ വരുന്നുണ്ട്. വീടിന്റെ പ്ലാനും 3D ആയി കണ്ടല്ലോ. നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാൻ എത്ര കോസ്റ്റ് വരും എന്നുള്ളത് നോക്കാം. എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു വീടിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ പ്ലാൻ മാത്രം കണ്ടുകൊണ്ടല്ല, പ്ലാനോ 3D മാത്രം കണ്ടുകൊണ്ടല്ല പറയുന്നത്. അതിന്റെ നമ്മൾ എവിടെയാണ് ആ വീട് നിർമ്മിക്കുന്നത്, ആ ഒരു സൈറ്റ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് പറയേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്ലാനും 3D വെച്ചിട്ടാണ് ഇതിന്റെ ഒരു കോസ്റ്റ് പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ അതിന്റെ റേറ്റ് വ്യത്യാസമുണ്ട്. അതിപ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ആയാലും നമുക്ക് ഫൗണ്ടേഷന്റെ കാര്യത്തിലായാലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് എത്ര വരും നോക്കാം. അത് കരിങ്കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷന്റെ കോസ്റ്റ് ആണ് ഇതിൽ പറയുന്നത്. 3,73,000 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. 1350 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് മുഴുവനായിട്ടും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിന്റെ ആ ഒരു സ്റ്റെയർ റൂമിന്റെ ഏരിയ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ 3,73,000 രൂപയാണ് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. അടുത്തതായിട്ട് അതിന്റെ വാർക്ക വരെയുള്ള കോസ്റ്റ്, അതായത് ബ്രിക്ക് വർക്ക്, ലിൻഡിൽ സൺഷെയ്ഡ് മുതൽ വാർക്ക വരെയുള്ള കോസ്റ്റ് 9,61,000 രൂപയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഈ സ്ട്രക്ചർ വർക്ക് ഇത്രയായി നിൽക്കുന്ന സമയത്ത് 13,34,000 രൂപ ഈ ഒരു വീടിന്റെ കോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് അതിന്റെ ഫിനിഷിംഗ് വർക്കുകളായിട്ടുള്ള പ്ലാസ്റ്ററിംഗ്, പെയിന്റിങ്, ടൈല് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് 7,61,000 രൂപ നമ്മൾ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നീട് ഇലക്ട്രിക്കല്, പ്ലംബിങ്, ഡോറ്, വിൻഡോ ഇതിനൊക്കെ ആയിട്ട് 5,56,000 രൂപ കോസ്റ്റ് വരും. അപ്പൊ അങ്ങനെ ആകെ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് 1350 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഈ ഒരു വീടിന് 26,53,000 രൂപയാണ് ചെലവ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഞങ്ങൾ സ്ക്വയർ ഫീറ്റ് റേറ്റിനല്ല വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു പ്ലാൻ തയ്യാറാക്കും, അതിന്റെ 3D ഡിസൈനുകൾ ക്ലയന്റിന് എന്തൊക്കെയാണോ ആവശ്യം അതിനനുസരിച്ചാണ് നമ്മൾ പ്ലാനും 3D ഒക്കെ ചെയ്യുന്നത്. പിന്നെ ആ ഒരു സൈറ്റ് കണ്ടീഷൻ കൂടെ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിന്റെ റേറ്റ് ആണ് നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ്, ഇത്ര ഒരു വീട് നിർമ്മിക്കാൻ സ്ക്വയർ ഫീറ്റിന് ഇത്ര അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഞങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ കോസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് 1,965 രൂപ, അതായത് 2,000 രൂപയിൽ സ്ക്വയർ ഫീറ്റിന് 2,000 രൂപയിൽ താഴെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന വർക്കുകൾക്കൊക്കെ ഒരു 2,000 അടുത്തൊക്കെ അതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ടോട്ടൽ നോക്കുന്ന സമയത്ത് വരാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഇച്ചിരി കുറവാണ് വന്നിട്ടുള്ളത്. അതിന്റെ മെയിൻ കാരണം ഇതിൽ കാർ പോർച്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഭിത്തി കെട്ടേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് 2,000-ൽ താഴെ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് സ്ക്വയർ ഫീറ്റ് റേറ്റ് നിർത്താനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ തന്നെ 26,53,000 രൂപയാണ് ഈ വീട് നിർമ്മിക്കാനായിട്ട് നമുക്ക് കോസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോ കാര്യങ്ങളും. നമുക്ക് ഇവിടെ ഒരു എർത്ത് വർക്കിനായിട്ട് നമുക്കൊരു 10,000 രൂപ നമ്മൾ കോസ്റ്റ് വരുന്നുണ്ട്. ഇനി അതിന് മുകളിൽ റബിൾ മേസണറി വരുന്നത് 1,33,000 രൂപ വരുന്നുണ്ട്. പിന്നീട് അതിന് മുകളിലായിട്ട് വരുന്ന ബെൽറ്റ് 76,800 രൂപ ബെൽറ്റ് കോൺക്രീറ്റിങ്ങിന് വരുന്നുണ്ട്. അതുപോലെ എർത്ത് ഫില്ലിംഗ് 78,000 രൂപ. പിന്നീട് PCC കോൺക്രീറ്റ് ചെയ്യുന്നതിനും 73,000 രൂപ കോസ്റ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ മണ്ണിന്റെ കേസ് നമുക്ക് പല രീതിയിലും വ്യത്യാസം വരാം, അതിന്റെ റേറ്റ് വ്യത്യാസം വരാം. ഇപ്പൊ എല്ലാവരും മണ്ണ് തന്നെ ഫില്ല് ചെയ്യണം എന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇതിൽ പറയുന്നത് മണ്ണ് ഇട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നതിന്റെ ഒരു റേറ്റ് ആണ് പറയുന്നത്. പിന്നെ കോറി വേസ്റ്റ് ഒക്കെ ചെയ്തിട്ടും ഫില്ല് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു വീട് വർക്കിന് ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ വർക്ക് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ബ്രിക്ക് വർക്ക് 4,07,000 രൂപയാണ് ബ്രിക്ക് വർക്ക്. ലിൻഡൽ സൺഷെയ്ഡ് 1,42,000 രൂപ വരുന്നുണ്ട്. റൂഫ് സ്ലാബ് 4,06,000 രൂപയും വരുന്നുണ്ട്. അങ്ങനെ 9,61,000 രൂപയാണ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കോസ്റ്റ് വരുന്നത്.
ഇനി പ്ലാസ്റ്ററിങ് 3,13,000 രൂപ, പെയിന്റിങ് 2,31,000 രൂപ, 2,17,000 രൂപ ടൈലിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് വരുന്നത്. ഇനി ഇതിന്റെ ഇലക്ട്രിക്കല് പ്ലംബിങ് ഒരു 3 ലക്ഷം രൂപ വരുന്നുണ്ട്. 2.5 ലക്ഷം രൂപയോളം ഡോറ് വിൻഡോയുടെ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് 26,53,000 രൂപ ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് ചെലവ് വരുന്നത്. അപ്പോൾ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. അത് നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഓഫീസിൽ ഒന്ന് മീറ്റ് ചെയ്യാനാണെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിന്റെ ലൊക്കേഷൻ അയച്ചു തരുന്നതാണ്. വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച് വീഡിയോസ് ആയി ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. വിഷയങ്ങളിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.